കാരുണ്യനാഥേ കൃപാസനനാഥേ മരിയാമ്പികേ വരദാനവാരിധി ജപമാലനാളി ആവേ 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 മരിയ കനിവിന്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മരിയാമ്പികേ വരദാനവാരിധി ജപമാലനാളി ആവേ 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 മരിയ. കൃപയുടെ ഉടമ്പടിയേ തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നിറഞ്ഞി അലിവാർന്ന കൃപയുടെ ഉടമ്പടിയേ തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നിറഞ്ഞി കരളലിഞ്ഞ് കരിമയും തുറക്കുനാഥേ ആവേ 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 മരിയ ആവേ 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 മരിയ കനിവിന്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മരിയാമ്പികേ വരദാനവാരിധി ജപമാലനാളി ആവേ 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 മരിയ. പ്രിയപ്പെട്ടവരെ, വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളും ദൈവത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ച് വിശുദ്ധിയിലും ദൈവശക്തിയിലും നിലനിൽക്കുവാൻ കൃപ പ്രദാനം ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങളും കൃപാസനം പരിശുദ്ധ അമ്മയോടുള്ള ഈ നിവേദന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വഴി അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഇപ്പോൾ ഞങ്ങൾ നിറയപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ. കനിവിൻ്റെ അമ്മ ഒരുമിച്ച് പാടാം. കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മരിയാമ്പികേ വരദാനവാരിധി ജപമാലനാളി ആവേ 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 മരിയ കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മരിയാമ്പികേ വരദാനവാരിധി ജപമാലനാളി ആവേ 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 മരിയ. ഏറ്റു പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു ചൊല്ലുക. ഇതാ കർത്താവിന്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന ഉടമ്പടി വചനം ഉദ്ധരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച നാഥേ, ഈ നിമിഷം പൂർണ്ണമായി ഞങ്ങളെ അങ്ങേക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു. അബ്രാഹത്തിന് 9-ാമത്തെ
വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ വിശുദ്ധിയിൽ വ്യാപരിക്കുക എന്ന ഉടമ്പടി വചനത്തിലൂടെ വഴി നടത്തിയ ദൈവമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അടയാളങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതം തിരുമനസ്സിന് ഉടമ്പടി ചെയ്തപ്പോൾ വചനം മാംസമായി രക്ഷകൻ പിറന്നതുപോലെ അങ്ങേ വാക്യാർത്ഥത്തിലെ അവൻ പറയുന്നത് പോലെ ചെയ്യുവേൻ എന്ന ഉടമ്പടി വചനത്താൽ വെറും വെള്ളത്തെ പൊതുവീഞ്ഞാക്കി അമ്മയുടെ മാധ്യസ്ഥ്യാൽ ഈശോ രൂപാന്തരപ്പെടുത്തിയതുപോലെ ഈശോയെക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ ആരംഭിക്കണമേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കനിവിന്റെ അമ്മേ, കാരുണ്യനാഥേ, കൃപാസനമാതേ, മറിയാമ്പികേ, വരദാനവാരിണി, ജപമാലരാണി, ആവേ 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 മറിയ. പ്രിയപ്പെട്ടവരെ, ഇനി വരുന്ന ഓരോ പ്രാർത്ഥനയും നമ്മൾ ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങളുടെ മേലുള്ള ദൈവതീരുമാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി, വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് പ്രത്യുത്തരമായി പറയേണ്ടത്, ഈശോമിശിഹായുടെ വാഗ്ദാനം ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ ഒരുപക്ഷെ ഇന്ന് സഭയിൽ നിലനിൽക്കുന്ന പാരമ്പര്യമുള്ള ഏറ്റവും ശക്തമായ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യുത്തരമാണ്. അത് ആഴമായ വിശ്വാസത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി വാഗ്ദാനം പാലിക്കാനുള്ള സമയമാണ്. അച്ഛൻ വചനാധിഷ്ഠിതമായി ഉടമ്പടി വിഷയങ്ങൾ ദൈവത്തിരശ്രയം സമർപ്പിക്കുന്നു. ആ പ്രാർത്ഥന കഴിയുമ്പോൾ ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാനെന്ന പ്രാർത്ഥന നിങ്ങൾ ഏറ്റ് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ജോഷുവ 3:4 പ്രാർത്ഥിക്കുന്നു. ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവൻ കാണിച്ചു തരും. കർത്താവേ, ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ജോഷുവ 24:13 പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും ഞങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തരും. ഈ ദൈവവചനപ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ നിന്റെ കൃപ ചൊരിയണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:49 പ്രാർത്ഥിക്കുന്നു. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. കർത്താവേ, ഈ വാഗ്ദാന പ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:21 പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് സമയമായില്ല എന്ന സങ്കീർണമായ ആത്മീയ തടസ്സത്തെ അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയ അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന യോഹന്നാൻ 2:5 തിരുവചന പ്രകാരം
മരിയൻ ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് പുറപ്പാട് 19:8 പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൽപ്പിച്ചവയെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന ഉടമ്പടി വചനത്തോടുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച് ഉടമ്പടി പേടകം വഹിച്ചുകൊണ്ട് യാത്ര ചെയ്ത പുറപ്പാട് ജനത്തിൻ്റെ മുമ്പിൽ ജെറിക്കോ കോട്ടകൾ ധൂളിയാക്കുവാനും ജോർദാനം വറ്റിക്കാനും തിരുമനസ്സായ ദൈവമേ, ഈ ദൈവവചനപ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 2:31 പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷകൻ്റെ അമ്മയായ പരിശുദ്ധ ജനനി അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോയെ അറിയാത്ത അനേകം പേരിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ ഉടമ്പടി നിബന്ധനയെ അനുസരിച്ചുകൊണ്ട് തീഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം സ്മരിച്ചുകൊണ്ട് കൊളോസ്യസ് 3:10 പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാൻ എന്ന ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഉടമ്പടി വാഗ്ദാനം പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി മാറുവാൻ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമെന്ന് അമ്മയെ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റു പ്രാർത്ഥിക്കാം. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മേ, എലിസബത്തിന്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടതുപോലെ അപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ തിരുമനസ്സായതുപോലെ ഞങ്ങളും കൃപാസനം മാതാവിനോടുള്ള ഈ നവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വഴി അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ നിറയുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയുടെ ഉടമ്പടിയെ തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നടങ്ങി. അറിവാർന്ന കൃപയുടെ ഉടമ്പടിയെ തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നടങ്ങി. കരുണലിൽ കനിവിയും മിഴി തുറക്കുന്നാതെ ആവേ 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 മരിയ, ആവേ 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 മരിയ. കനിവിന്റെ അമ്മേ, കാരുണ്യമാതേ, കൃപാസനമാതേ, മരിയാമ്പികേ, വരദാനവാരിതേ, ജപമാലറാണി. ആവേ 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 മരിയ. പ്രിയമുള്ളവരെ, ദേവപിതാവിൻ്റെ കരുണയ്ക്കായി യേശുനാമത്തിൽ സൗഖ്യം ലഭിക്കുന്നതിനായി പിതാവിൻ്റെ കൈകൾ നീട്ടണമേ എന്ന് ആദിമസഭ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയാണ് ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ മക്കളും ഇനി എടുക്കാൻ പോകുന്നവരും അവിടെ മേലെല്ലാം ദൈവത്തിൻ്റെ വലത് കരം നീട്ടപ്പെടുന്ന സ്വർഗത്തിൻ്റെ സമയമാണിത്. അതുകൊണ്ട് ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങൾ
ദേവപിതാവേ, ഏറ്റു പ്രാർത്ഥിച്ച് ദൈവപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഈ പ്രാർത്ഥന ഇവിടുന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ചൊല്ലിത്തരും. ഒരു വരിയും ഒരു വാക്കും ചൊല്ലിത്തരുമ്പോൾ നിങ്ങളത് ഏറ്റു ചൊല്ലേണ്ടതാണ്. നടപടി 19-18 പ്രാർത്ഥിക്കുന്നു. വിശ്വാസം സ്വീകരിച്ചവർ വന്ന് തങ്ങളുടെ നടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. കർത്താവേ, ഉടമ്പടി ചെയ്തവരെ ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകളുടെ മേൽ അവിടെ ഗ്രന്ഥച്ചുകൾ കത്തിച്ചതുപോലെ പുതിയൊരു ജീവിതത്തിന് വേണ്ടി പഴയ ആഭിചാരത്തിൽ അകപ്പെട്ടു പോയവരെല്ലാവരും അത് വെറുത്തുപേക്ഷിക്കുവാനും, കർത്താവേ, ഉടമ്പടി എടുത്ത ഞങ്ങളും ഈ നൊവേനെ കൂടുന്നവരും ദൈവശക്തി അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ ആഭിചാര പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ദുർനടപടികളും വെറുത്തുപേക്ഷിച്ച് അവരെല്ലാം അടയാളങ്ങളാൽ നിറയപ്പെടുവാൻ ഇടയാക്കണമേ. എല്ലാവരും ദൈവപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 22 പ്രാർത്ഥിക്കുന്നു. പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ആളുകളെ ഉപദേശങ്ങൾ വഴി ധൈര്യപ്പെടുത്തിയതുപോലെ കർത്താവേ, ധ്യാനകേന്ദ്രങ്ങളെയും കൗൺസിലേഴ്സിനെയും അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങനെ അപ്പോസ്തലികമായ ശക്തിപ്പെടുത്തി എൻ്റെ അടയാളം കാണിക്കണമേ. അവരിൽ പങ്കെടുക്കുന്ന ജനങ്ങളെ വിശ്വാസത്തെ ധൈര്യപ്പെടുത്തണമേ. ഈ ഉടമ്പടി നൊവേന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിന് അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 21-5 പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ താമസം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും നഗരത്തിന് വെളിയിൽ വരെ ഞങ്ങളെ അനുയാത്ര ചെയ്തു. സമുദ്രതീരത്ത് മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വിടവാങ്ങുകയും ചെയ്തു. കർത്താവേ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിന്ന് വിദേശ യാത്രയിലേക്ക് പോയവരെ അവർ മടങ്ങി വരും വരെ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അവരെ സംരക്ഷിക്കണമേ. അവർ സന്തോഷത്തോടെ മടങ്ങി വരും വരെ അവരുടെ ജീവിത വ്യാപാരങ്ങളിൽ അങ്ങയുടെ ഇടപെടൽ ഉണ്ടാവുകയും അവർ പോയ കാര്യം നിറവേറ്റി സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ, സുരക്ഷിതമായി തിരിച്ചു വരുവാൻ അവരുടെ മേൽ അങ്ങയുടെ പരിപാലന ചിറകുകളെ വിരിക്കുവാൻ ഉടമ്പടി വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 22-15 പ്രാർത്ഥിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ നീ ഈശോയ്ക്ക് സാക്ഷിയായിരിക്കണം. കർത്താവേ, ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് അങ്ങ് നൽകിയിട്ടുള്ള അടയാളങ്ങൾക്ക് എന്നും അങ്ങയുടെ സാക്ഷിയായി ജീവിക്കുവാൻ ഈ ഉടമ്പടി നൊവേനയിലൂടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വത്സലപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 22-25 പ്രാർത്ഥിക്കുന്നു. അവർ പൗലോസിനെ തലവാര കൊണ്ട് ബന്ധിച്ചപ്പോൾ അടുത്തു നിന്നിരുന്ന ശതാധിപനോട് ചോദിച്ചു, റോമൻ പൗരനായ ഒരുവനെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് നിയമാനുസൃതമാണോ? കർത്താവേ, കള്ളക്കേസിൽ അകപ്പെട്ടവരെ അന്യായ വിചാരണയും പ്രഹരവും ഏറ്റുകൊണ്ട് കോടതിയിലും ജയിലിലും പോലീസ് മുഖേനയും പീഡിതരായി ജീവിക്കുന്നവരുടെ മേലെ ഈ നൊവേനയുടെ ശക്തിയാൽ അങ്ങയുടെ കാരുണ്യം ചൊരിയണമേ എന്ന് ഉടമ്പടി നൊവേന വഴി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും
ദൈവപിതാവേ, ദൈവപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 27-29 പ്രാർത്ഥിക്കുന്നു. കപ്പൽ പാറക്കെട്ടിൽ ചെന്ന് ഇടിച്ചാലോ എന്ന് ഭയന്ന് അവർ അമരത്ത് നിന്ന് 4 നങ്കൂരങ്ങൾ ഇറക്കിവിട്ട് പ്രഭാതമാകാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിത നൗക പല വിഷയങ്ങൾ തട്ടി തകർന്ന അവസ്ഥയിൽ നടപടി 27-29 പൗലോസ് ചെയ്ത് അനുസരിച്ച് കൊണ്ട് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും നങ്കൂരങ്ങൾ ഇറക്കി പ്രാർത്ഥിച്ച് ജീവിത പ്രശ്നങ്ങളുടെ അപകടസന്ധിയെ അതിജീവിക്കുവാൻ ഈ ഉടമ്പടി നിവേദന വഴി പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. വീണ്ടും പ്രാർത്ഥിക്കുക. ദൈവപിതാവേ, അങ്ങേ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ദൈവപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നല്ല വീര്യപ്രവൃത്തികൾ കണ്ടിടട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നല്ല വീര്യപ്രവൃത്തികൾ കണ്ടിടട്ടെ. പ്രിയമുള്ളവരെ, പാപമോചന പ്രാർത്ഥനയാണ്. നമ്മൾക്കറിയാം, കർത്താവ് ഒരു തളർവാദ രോഗിയോട് പറഞ്ഞത് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. നമുക്കിപ്പോഴും വേണ്ടത് ഈ പാപക്ഷമയാണ്. ഈ പാപക്ഷമയുടെ സമയത്ത് ഞങ്ങൾ ചില സൂചനകൾ കൽപ്പനകളിലൂടെ നൽകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്കാണ് വ്യക്തമായി അറിയാവുന്നത്. അത് ഈ ചെറിയ നോൻപ് കാലത്ത് വെറുത്തുപേക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിവ് കുറവാണെങ്കിൽ ഇപ്പോഴും കൃപാസന അമ്മയോട് നിങ്ങൾ പാപക്ഷമ അനുതാപം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ മാപ്പിൻ്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലാൻ. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് അങ്ങ് ഉടമ്പടി ചെയ്ത പ്രകാരം ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഞങ്ങൾ പ്രമാണത്തെ അവഗണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വിശ്വസ്തത പുലർത്താതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അനുദപിച്ച് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഓരോ പ്രാർത്ഥന അച്ഛൻ ചൊല്ലിത്തരാ, മക്കളെ അത് അനുതാപത്തോട് ചേരണം. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് ഉടമ്പടി വാഗ്ദാന പ്രകാരം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് അവിടുത്തെ നാമം ദുർവിനിയോഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തയില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അനുദപിച്ച് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഈ കൽപ്പന നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളോട് ഉടമ്പടി ചെയ്തു. എങ്കിലും ഞങ്ങൾക്ക് പലപ്പോഴും പല കാരണങ്ങളെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞങ്ങളിപ്പോഴ് അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത അങ്ങ് വർദ്ധിപ്പിക്കണമേ. ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് അങ്ങ് ഞങ്ങൾക്ക്
ഉടമ്പടി നിബന്ധന നൽകിയ കൽപ്പന പാലിക്കാതെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ പാലിക്കാതെ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷത്തെ ഓർത്ത് അനുദപിച്ച് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കൊല്ലരുത് എന്ന കൽപ്പന വഴി മനുഷ്യജീവൻ്റെ മൂല്യത്തെയും സഹോദരങ്ങളോട് ഞങ്ങൾക്കുണ്ടാകേണ്ട കരുതലിനെയും കുറിച്ച് ഞങ്ങൾക്ക് ഉടമ്പടിയിലൂടെ നിബന്ധന നൽകിയ നല്ല നാഥ, ഈ കൽപ്പനയ്ക്കെതിരെ വാക്കാലും പ്രവൃത്തിയാലും വന്നുപോയ സമസ്ത അപരാധങ്ങളെയും ഓർത്തനുദപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം കൽപ്പനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടി വചനത്തിനെതിരായി വാക്കാലും പ്രവൃത്തിയാലും വന്നുപോയ എല്ലാ തെറ്റുകളെയും ഓർത്തനുദപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. മോഷ്ടിക്കരുത് എന്ന 7-ാം ഉടമ്പടി കൽപ്പനയ്ക്ക് എതിരെ ചെയ്തുപോയ അപരാധങ്ങൾ ഓർത്ത് അനുദപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കള്ളസാക്ഷ്യം നൽകരുത് എന്ന ഉടമ്പടി വചനത്തിലൂടെ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അങ്ങയെ പ്രകീർത്തിക്കാനുള്ളതാണ് എന്ന് ഞങ്ങളെ അനുസ്മരിപ്പിച്ച നാഥ, ഈ പ്രമാണം പാലിക്കുന്നതിൽ ഞങ്ങൾക്ക് വന്നുപെട്ട കുറവുകൾ അനുസ്മരിച്ച് അനുദപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യൻ്റെ ജീവിത പങ്കാളിയെ മോഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ദാമ്പത്യ വിശ്വസ്തയെയും അതിൻ്റെ ഉടമ്പടിയെയും അരക്കിട്ടുറപ്പിച്ച ദൈവമേ, ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ അവിശ്വസ്ത വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കുറവുകളും പരിഹരിച്ച് മാപ്പാക്കണമേ എന്ന് അനുതാപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ഞങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ച് യഥാർത്ഥമായ ഉൾക്കാഴ്ച നൽകിയ നല്ല നാഥ, ഈ ഉടമ്പടി വചനം പാലിക്കുന്ന വന്നുപോയ പാപങ്ങളെപ്പറ്റി അനുദപിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, 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 ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം സമാഗതമാ സകലരും അനുഭവിക്കാം, സർവം സമർപ്പിക്കാം, സകലരും അടങ്ങിടും അനുദാമേ ചേർത്തണയ്ക്കാം, അനുഗമിക്കാം, പ്രിയമുള്ളവരെ, ഉടമ്പടി ശുശ്രൂഷയുടെ ഏറ്റവും കാതലായ ഭാഗം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് വീഞ്ഞില്ല എന്ന് കാനായിലെ ഒരു വലിയ വിവാഹ വേദിയിലെ ഒരു കുടുംബം അപമാനകരമായ പ്രയാസത്താൽ വിഷമിക്കുമ്പോൾ അവരുടെ അവരുടെ അഭിമാനത്തെ പോലും ഡിസ്റ്റർബ് ചെയ്യാതെ ഈശോയുടെ അമ്മ അത് രഹസ്യമായി ഈശോയോട് പറഞ്ഞ്
അങ്ങനെ ഒരു സംഭവം അങ്ങനെ കുറവ് ആ വീട്ടിൽ വന്നിട്ടില്ല. അഥവാ വന്നിട്ടുണ്ടെന്ന് പുറത്തുള്ളവരറിയാത്ത രീതിയിൽ അതീവ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് അതീവ രഹസ്യമായി അത് കൈകാര്യം ചെയ്താണ് കാനായിലെ വിവാഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഏറ്റവും ജ്വലിക്കുന്ന ഭാഗം. നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ ആഗ്രഹമാണ് നമ്മുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് അത് പരിഹരിക്കണമെന്ന്. ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട് മനുഷ്യനെ. പക്ഷേ അപ്പോഴും തീർച്ചയായിട്ടും നമ്മൾ അപമാനപ്പെട്ടായിരിക്കും അത് പരിഹരിക്കുന്നത്. ഇരുചവി അറിയാതെ അത് പരിഹരിക്കണം. അതാണ് കാനായിലെ കല്യാണത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഏറ്റവും ആന്തരികമായ മനുഷ്യത്വം എന്ന് പറയുന്നത്. അതിനാണ് ഈ ഉടമ്പടി നമ്മൾ വ്യത്യസ്തങ്ങളായ ഇല്ലായ്മകളെ പ്രതിയാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ അവൻ പറയണ പോലെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞാണ് നമ്മൾ ദൈവത്തിനോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അവൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചുകൊള്ളാം. അതാണ് ഈ 3 പ്രാർത്ഥനയിൽ അങ്ങനെ ആ പ്രാർത്ഥനയാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോഴ് നമ്മുടെ ജീവിത ആവശ്യങ്ങളാണ്. അത് രോഗമാകാം, അതുപോലെ ജീവിതത്തിൻ്റെ മറ്റ് ഭൗതിക പ്രതികൂല സാഹചര്യങ്ങളാകാം. ഈ സാഹചര്യങ്ങളിലെല്ലാം ഇപ്പം നീ ഉടമ്പടി എടുക്കാത്ത വ്യക്തിയാണ്, നാളെ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോഴും ഓരോ നൊവേന പ്രാർത്ഥനയിലൂടെയും ദൈവം നിന്നെ അനുഗ്രഹിച്ച് സുഖപ്പെടുത്തും. അപ്പം നീ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഉടമ്പടി 9 ദിവസം കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ സാക്ഷിയാകും. ഉടമ്പടി 9 ദിവസം, ഇപ്പോൾ 3 ദിവസം ഇന്നോട്ട് കഴിയാൻ പോവുകയാണ്. അപ്പോൾ ഉടമ്പടി 9 ദിവസം കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ കരുണയുടെ സാക്ഷിയാകും, അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ സാക്ഷിയാകും. ദൈവമേ എൻ്റെ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വേണം നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്കും മറ്റു ജീവിത ആവശ്യങ്ങളിലേക്കും ഇപ്പോഴേ പ്രാർത്ഥിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു വന്ന് ഈശോ എന്ന സഹനദാസനെക്കുറിച്ച് യേശയ്ക്ക് നൽകിയ വെളിപാട് പോലെ കർത്താവ് നമ്മോട് ചെയ്ത വാഗ്ദാനപ്രകാരമാണ്, അഥവാ ഉടമ്പടി പ്രകാരമാണ് അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും രോഗങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്തത്. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്. അതുകൊണ്ട് തന്നെ യേശു എന്ന ഏകരക്ഷകൻ്റെ ഉടമ്പടി പ്രകാരമുള്ള നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപങ്ങളും രോഗങ്ങളും വഹിക്കുക എന്നതാണ്. ആ ഉടമ്പടി അനുസരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളും രോഗങ്ങളും ഏറ്റെടുക്കുന്നതിനായി നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് ഭൗതിക ജീവിത സാഹചര്യങ്ങളുടെയും പരാധീനതകൾ പരിഹരിക്കുന്നതിനായി പരിശുദ്ധ അമ്മ വഴി മാധ്യസ്ഥം പ്രാപിക്കാം. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങൾ ദൈവത്തെ, അതായത് നമുക്ക് ഒരു അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞായി ആ കുടുംബത്തിൻ്റെ അപമാനം പരിഹരിക്കപ്പെട്ട് അഭിമാനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ്? അങ്ങനെ കാനായിൽ അവിടുത്തെ മഹത്വം പ്രകടമാക്കാനുള്ള ആദ്യത്തെ അടയാളം നടന്നു വന്ന്. അപ്പോൾ ഓരോ അടയാളവും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യവും സമർപ്പിക്കുമ്പോൾ നമ്മൾക്കും പ്രാർത്ഥിക്കാനുള്ള ഒരേ ഒരു പ്രാർത്ഥന എന്താണ്? ദൈവമേ, അങ്ങേ നാമത്തെ എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തണമേ. അതുകൊണ്ട് തന്നെയാണ് ആ മഹത്വം എന്ന് പറയണത്, നമ്മൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകണമെന്നല്ല, നീക്കുമുള്ള മഹത്വമാണ്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ വളരുകയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൻ്റെ ദാനങ്ങളിൽ നമ്മൾ വളരുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം അത് ആ വളർച്ചയ്ക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഉപരി മഹത്വം, നിത്യമഹത്വം ഏറ്റുപറയുക. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യേശുനാമ ശക്തിയാലും രക്തത്താലും സൗഖ്യപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയരോഗമുള്ളവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയരോഗ സ്ഥലങ്ങളിലെ ഹൃദയഭാഗങ്ങളിൽ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുരുങ്ങിപ്പോയവർ, വാൽവ് ബ്ലോക്കായി പോയവരെ, വാൽവ് സൂക്ഷിച്ചു പോയവരെ
വ്യത്യസ്തങ്ങളായ ഹൃദയരോഗമുള്ളവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കരരോഗമുള്ളവർക്ക് വേണ്ടി സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കരളിൻ്റെ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, കരരോഗമുള്ളവരെ, കരൾ വികസിക്കുന്നവരെ, മഹോദര രോഗികളെ, അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ഈ നിമിഷം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശ്വാസകോശ രോഗിയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ശ്വാസകോശങ്ങളിൽ കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെയ്യുക. കർത്താവെ, ശ്വാസകോശങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ന്യൂമോണിയ, ആസ്മ, ടൈഫോയിഡ്, കോവിഡ്, ശ്വാസമുട്ടൽ, ശ്വാസകോശം ബ്ലോക്കാകുന്ന അവസ്ഥകൾ, ശ്വാസതടസ്സം അനുഭവിക്കുന്ന രോഗികൾ, അങ്ങയുടെ വിശുദ്ധ രക്തത്തിൽ അവരുടെ ശ്വാസകോശങ്ങളെ കഴുകി ഈ നിമിഷം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സൗഖ്യപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അങ്ങയുടെ മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിശുദ്ധമായ തിരുവുമാർന്ന് നടത്തി നിർത്താൻ കരൾ രോഗികളെ, ഹൃദയ രോഗികളെ, ശ്വാസകോശ രോഗികളെ ഉന്നതമായ നാമത്തിലെ ഈ നിമിഷം കർത്താവിന്റെ നാമത്തിലെ സൗഖ്യം ലഭിക്കട്ടെ. ശിരസ് സംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശിരസിൽ കൈതൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, ശിരസ് സംബന്ധമായ എല്ലാ രോഗികളെയും ശിരസിൽ അങ്ങ് വിശുദ്ധമായ വലതുകരം വയ്ക്കണമേ. കർത്താവെ, പലതരത്തിൽ തലച്ചോറിന് കേടുള്ളവരുണ്ട്. അപസ്മാര രോഗികൾ, ന്യൂറോ രോഗികൾ, തല വലുതാകുന്ന കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, തല ഉറക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, കേൾവിയില്ലാത്ത കുഞ്ഞുങ്ങൾ, കാഴ്ചക്കുറവുള്ള കുഞ്ഞുങ്ങൾ, തലയോട്ടിക്ക് വേദനയുള്ളവരും വിട്ടുമാറാത്ത തലവേദനയുള്ളവരും മുടി കൊഴിച്ചുള്ളവരും എല്ലാവരുടെയും ശിരസ്സിൽ കർത്താവേ അങ്ങയുടെ വിശുദ്ധമായ ആണിപ്രദാർന്ന അത്ഭുതകരത്തെ അല്പം സ്പർശിക്കണമേ. സ്തുതികട ഹല്ലേലൂയ. സഭയുടെ അധികാരത്തെക്കുറിച്ച് ശിരസംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. പ്രിയമുള്ളവരെ, പാങ്ക്രിയാസ് രോഗികളുടെ മേലും ഷുഗർ രോഗികളുടെ മേലും അവിടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. പ്രമേഹ രോഗികളെ പാങ്ക്രിയാസിൻ്റെ നെഞ്ചിൻ്റെ താഴെ കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവെ, എല്ലാ പ്രമേഹ രോഗികളെയും പാങ്ക്രിയാസ് രോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ വലത് കരത്താൽ അവരെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഉദരരോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ഉദരത്തിലെ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവ്, ഉദരരോഗികൾ, വിശപ്പില്ലാത്തവരെ, ദഹനക്കുറവുള്ളവരെ, അൾസർ രോഗികൾ, ആരിസസ് രോഗികൾ, കുടലിൽ പുണ്ണുള്ളവർ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, വിശപ്പില്ലാത്തവർ, മറ്റു ഉദര രോഗികൾ, എല്ലാവരുടെ ഉദരത്തിലും നിൻ്റെ വിശുദ്ധമായ വലതുകരത്താൽ സ്പർശിച്ച് ഈ നിമിഷം അവരെ സുഖപ്പെടുത്തണമേ. എല്ലാവരും. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. PCOD രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, അവിടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. അടിവയറ്റിൽ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്.
കർത്താവേ, മാസപ്പതിവില്ലാത്തവരെ, മാസപ്പതിവ് ക്രമം തെറ്റി വരുന്നവരെ, അതിൻ്റെ പേരിൽ കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നവരെ, അതിൻ്റെ കടുത്ത വേദന സഹിക്കാൻ പറ്റാത്തവരെ, മൂത്രാശയ രോഗികളെ, മൊത്തത്തിൽ കല്ലുള്ളവരെ, കിഡ്നിയിൽ കല്ലുള്ളവരെ, പിസ്തുല രോഗികളെ, സിസ്റ്റുള്ള രോഗികളെ, കർത്താവ് എല്ലാവരുടെയും ഉടമ്പടി എടുത്തവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ, നിൻ്റെ വിശുദ്ധമായ ആണിപ്രതാടുന്ന അത്ഭുതകരത്താൽ അടിവയറ്റിൽ കൈവെക്കുമ്പോൾ സുഖപ്പെടാനുള്ള മുഴുവൻ രോഗങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഒരുമിച്ച് വിശ്വാസത്തോടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കിഡ്നി രോഗിയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ്, കിഡ്നിയുടെ സ്ഥലത്ത്, അതായത് നടുവിൻ്റെ മുകളിൽ കൈവച്ച് ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥം നിങ്ങൾക്കൊണ്ട് നിന്നെ സൗഖ്യപ്പെടുത്താൻ പോകുന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ്, കിഡ്നിയിൽ കല്ലുള്ളവരെ, കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ, കിഡ്നി പ്രവർത്തിക്കാത്തവരെ, അതിൻ്റെ പേര് ശരീരത്തിൽ നീതികെട്ട് കിടക്കുന്നവരെ, പല പല ഭക്ഷണങ്ങൾക്ക് ഡയറ്റുള്ളവർ എല്ലാവരെയും സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അസ്ഥി രോഗികൾക്ക്, ഞരമ്പ് ഡാമേജ് ആയിട്ടുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അസ്ഥിയുടെ ഭാഗത്തും ഞരമ്പ് വീക്കമുള്ള സ്ഥലങ്ങളിലും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ളവരെ, ഞരമ്പ് ദ്രവിക്കുന്നവർ, അപകടത്തിൽ അസ്ഥികൾ വിട്ടുപോയവർ, അസ്ഥി രോഗത്താൽ ആശുപത്രിയിൽ കിടക്കുന്നവർ, അസ്ഥി യോജിക്കാത്തവർ, തലയോട്ടിയിൽ പൊട്ടലുള്ളവർ, അസ്ഥി സർവാംഗം പൊട്ടലുള്ളവർ, കർത്താവെ, അവരുടെ തകർന്ന അസ്ഥികളെ അങ്ങയുടെ പരിശുദ്ധമായ രക്തത്താൽ ഒട്ടിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ വലതുകരം നീട്ടി അവരെ സ്പർശിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ അസ്ഥികളെ സുഖപ്പെടുത്തി ബലപ്പെടുത്തി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാവരും എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ മാതാപിതാക്കന്മാരെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ്, ഓട്ടിസം കുഞ്ഞുങ്ങളെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധമായ ആണിപ്രതാടുന്ന അത്ഭുതകരം കുഞ്ഞുങ്ങളുടെ ശിരസിൽ ഇപ്പോൾ വയ്ക്കണമേ. കർത്താവെ, ഓട്ടിസം കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന മാതാപിതാക്കന്മാരുടെ വേദനകളെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആതുരാലയങ്ങളെ, അങ്ങ് ശുശ്രൂഷാലയങ്ങളെ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവെ, വലിയ ശക്തി അവരിലേക്ക് ആവശ്യിച്ച് അവർ സൗഖ്യവും സമാശ്വാസം പ്രാപിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാവരും എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എല്ലാവരും എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഉന്നതമായ നാമത്തിന് സ്വതന്ത്രമായി ഇപ്പോഴും പ്രാർത്ഥന അസ്ഥി രോഗികളെ, ഞരമ്പിൻ്റെ രോഗമുള്ളവരെ, ഓട്ടിസം കുഞ്ഞുങ്ങളെ, കർത്താവിനെ പരിചരിക്കുന്നവരെ, വ്യത്യസ്തമായ ശരീരസംബന്ധ രോഗങ്ങളുള്ളവരെ, അവിടെ വരെല്ലാം നിൻ്റെ അണിപ്രദ അത്ഭുതം സ്പർശിക്കുന്നു. അടിപ്പുറം പോലെ വൈതാക്കാലം ദൈവികമായ ശക്തി അവർക്ക് ആവശ്യമില്ല. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ.
ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. എല്ലാ ഗർഭാശയ രോഗികളുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ഗർഭാശയ രോഗികളുണ്ടെങ്കിൽ അടിവേര് കൈവച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ് ഈ നിമിഷം അവരെ പരിശുദ്ധ അമ്മ നിവേദനം നടക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ് ഓർത്തുകൊണ്ട് വേണം ശരീരത്തിൻ്റെ രോഗഭാഗങ്ങൾ തൊടുന്നതിന് വേണ്ടി. കർത്താവ് ഗർഭാശയ രോഗികളെ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ, ഗർഭാശയം ചുരുങ്ങിപ്പോയവരെ, ഗർഭാശയത്തിന് കട്ടിയില്ലാത്തവരെ, ഗർഭാശയത്തിന് ഒരു കുഞ്ഞ് ലഭിക്കുന്നതിന് ആവശ്യമായ സ്വാഭാവികമായ ശക്തിയില്ലാത്തവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗർഭാശയത്തെ ഗർഭാശയം ഇറങ്ങിപ്പോകുന്നവരുണ്ട്, അതിൻ്റെ പേര് ബ്ലീഡിങ് സംഭവിക്കുന്നവരുണ്ട്. കർത്താവ്, എല്ലാവരെയും ഇപ്പോഴും നീ സ്പർശിക്കണമേ ഈശോ. നിൻ്റെ അനുപ്രദ വലത് കരുത്ത ഗർഭാശയത്തെ സ്പർശിക്കണമേ. കർത്താവിടെ പറയാത്ത രോഗങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ ഗർഭാശയത്തെ സ്പർശിക്കണമേ. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തിൽ മഹത്വപ്പെടുന്ന കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ ഈശോ ഗർഭാശയ രോഗങ്ങളെ ഈശോ ഈ നിമിഷം സൗഖ്യമാക്കട്ടെ. ഹല്ലേലൂയ. മൂത്രാശയ രോഗിയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. അത് അടിവയറ്റത്ത് തന്നെയാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ, മൂത്രത്തിൽ കല്ലുള്ള രോഗികളെ അവരെ സമർപ്പിക്കുന്ന, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ എരിച്ചിലും പുകച്ചിലും തോന്നുന്നവർ, ഇവർക്ക് അസിഡ് ഉപദ്രവം കണ്ട മൂത്രം കട്ടിയായി പോകുന്നവർ, മൂത്രം പോകാത്തവർ, അതിൻ്റെ പേര് ശരീരത്തിന് വേദനയുള്ളവർ, മൂത്രം അറിയാതെ പോകുന്നവർ, വ്യത്യസ്തങ്ങളായ മൂത്രാശയ രോഗങ്ങളെ എല്ലാം കർത്താവ് ഇപ്പോഴും സ്പർശിക്കണമേ. യേശുക്രിസ്തു സുന്നതമായ നാമത്തോടെ മൂത്രാശയ രോഗങ്ങളെല്ലാം സൗഖ്യപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം മൂത്രാശയ രോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശ്രുതികട ഹല്ലേലൂയ. ഇപ്പോഴിവിടെ ഞങ്ങള് പ്രത്യേകം ഏറ്റുപറയാത്ത രോഗികളുണ്ട് കർത്താവേ. പല രോഗികളും മനസ്സ് വിചാരിക്കുന്നത് ഞങ്ങളുടെ രോഗങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നാ കർത്താവ്. അങ്ങനെ വിചാരിക്കുന്ന രോഗങ്ങൾ എന്തു തന്നെയായാലും ഇപ്പോഴും കർത്താവ് പേര് പറയാത്ത രോഗങ്ങളുടെ മേൽ കർത്താവ് ഇപ്പോഴേ അങ്ങയുടെ വിശുദ്ധമായ വലതുകരം അങ്ങ് സ്പർശിക്കുക. അടിപ്പിഴ പോലെ വൈതാഖണ്ഡം പോലെ ദൈവികമായ ശക്തിയാൽ യേശുമായ നാമത്തിൽ പല രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ എത്രയും ആശ്വാസകരമായ പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കാൻ പോണത്. നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന പല വിഷയങ്ങളുണ്ട്. 6 കാര്യങ്ങളില്ലേ? അതിൽ രോഗങ്ങൾ ചിലപ്പോൾ 1-2 ഉണ്ടാകും. ബാക്കി 4 കാര്യങ്ങളും ജീവിത പ്രശ്നങ്ങളാണ്. ഞാൻ 87 മുതൽ ജീവിത പ്രശ്നങ്ങളുമായിട്ട് ദൈവദർശനം നിൽക്കുകയാണ്. ഓസിച്ചും പ്രാർത്ഥിച്ചും പട്ടിണി കിടന്നു നോക്കി. അപ്പോഴും ദൈവം തന്ന ഒരു വിഷയമാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതോടുകൂടി കൃപാസനത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയ്ക്കും തീരുമാനം ഉണ്ടാകുമെന്ന് വ്യക്തമായി. കാര്യം കൃപാസനത്തോടാണ് അമ്മ ആവശ്യപ്പെട്ടത്. ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന്. അന്ന് ഞങ്ങൾക്ക് ഇത്രയും പ്രാർത്ഥനാ സംവിധാനങ്ങളില്ല. 110ഓളം പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ അത് 10 കൊല്ലമായിട്ട് നിൽക്കുന്നതാണ്. 10 കൊല്ലമായിട്ട് നിലനിന്ന് പോണ ഗ്രൂപ്പുകളാണ് ഉള്ളത്. അപ്പോഴാ ഒരു സമയത്ത് ഈ ലോകത്ത് ആരോടും ആവശ്യപ്പെടാതെ ഈ കുഞ്ഞു ധ്യാനകേന്ദ്രത്തിൽ വന്ന് അമ്മ ദുരന്തമുണ്ടാകാൻ പോകുന്നു. ഇപ്പോഴും ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ശ്രീലങ്കയിൽ. ഇതാണ് അവസ്ഥ ലോകത്തിൻ്റെ.
ഈ ദുരന്തങ്ങളൊക്കെ എന്ന് അവസാനിക്കുകയാണ് നമുക്കൊരു പിടിയില്ല. അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, അമ്മ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്ന്. അമ്മ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദുരന്തങ്ങളെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധയുടെ മധ്യസ്ഥയിലൂടെ യേശുനാമത്തിൽ നമ്മൾ പരിഹരിക്കുന്ന ദുരന്തമാകാം. ഈ ഓരോരോ വ്യക്തി ദുരന്തങ്ങളാണ് ഈ പറയുന്നത് മുഴുവനേ. നിങ്ങൾ കേൾക്കുമ്പോൾ ജോലിയില്ല എന്നൊക്കെ പറയും. ജോലിയില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്തമാണ്. ആ വ്യക്തിയുടെ ദുരന്തം, ആ കുടുംബത്തിൻ്റെ ദുരന്തമാണ് ജോലിയില്ലെന്ന് പറയണത്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിഹാരം എന്താണ്? പ്രാർത്ഥന തന്നെയാണ്. ചില ആൾക്കാർ ദൈവത്തെ അറിയാത്ത ചോദിക്കുക പ്രാർത്ഥിച്ചാൽ ജോലി കിട്ടുക. എന്നോട് അച്ഛന്മാർ ചോദിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ വികാരിച്ചന്മാർ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ബുദ്ധി ഉണ്ടാകുമെന്ന്. പരീക്ഷയ്ക്ക് കുഞ്ഞുങ്ങൾ വരുമ്പോഴേ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പിന്നെ ഇയാളെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പിള്ളേർക്ക് ബുദ്ധി ഉണ്ടാകാൻ പോകണല്ലേ, ഇല്ലാത്ത ബുദ്ധി ഉണ്ടാകുമെന്ന് ചോദിക്കും. കാര്യം ബുദ്ധി ഇല്ലാത്ത പിള്ളേരുണ്ടാകുമല്ലോ. അപ്പോൾ അച്ഛൻ ചോദിച്ച ഇതാണ്, എൻ്റെ ആദ്യത്തെ വികാരിച്ചൻ ചോദിച്ച ഇതാണ്, ഇല്ലാത്ത ബുദ്ധി ഉണ്ടാകുമോയെന്ന്. അത് അന്ന് ആ അച്ഛന് 76 വയസ്സുണ്ട്, അല്ല 74 വയസ്സെങ്കിലും ഉണ്ടെന്ന്. അപ്പോൾ 74 വയസ്സായ ഒരു വൈദികന് ഒരു കൊച്ചച്ഛനോട് ചോദിക്കാം, എന്താണ്? പ്രാർത്ഥിച്ചാൽ ഇല്ലാത്ത ബുദ്ധി ഉണ്ടാകുമോയെന്ന്. അതാണ് ഒരു പറ്റം വിശ്വാസികളുടെയും ശുശ്രൂഷകളുടെയൊക്കെ മാനസികാവസ്ഥ. ഞാൻ അച്ഛനോട് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാവോ? ഇല്ലാത്ത ബുദ്ധി കർത്താവ് ഉണ്ടാക്കുമെന്നാണ്. എന്താ കാര്യം? നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? കൈ സൂക്ഷിച്ചു പോയ ഒരു മകനോട് കർത്താവ് പറഞ്ഞില്ലേ, സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ്. ഇപ്പോൾ 3:2 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. അപ്പോൾ അവൻ പറഞ്ഞ കർത്താവ് പറ്റിടില്ല, ഇത് ജന്മന ഇങ്ങനെ കുറുകിയിരിക്കുകയാണെന്ന് പറഞ്ഞ്. അപ്പോഴെന്താ പറയുക? ജന്മന കുറുകിയിരിക്കണ കൈ അങ്ങനെ ഇരുന്ന് പോകത്തില്ലേ? അപ്പോൾ കർത്താവ് കൈ നീട്ടി. എന്താ കാര്യം? രക്ഷിക്കാനാവാത്ത വിധം നിൻ്റെ കൈ കുറുകിപ്പോകാം, നിൻ്റെ ബുദ്ധിയും കുറുകിപ്പോകാം, പക്ഷേ എൻ്റെ ബുദ്ധിയും എൻ്റെ കൈയും കുറുകിയിട്ടില്ല. നമ്മുടെ കൈ കുറുകിപ്പോയാൽ കർത്താവ് കൈ നീട്ടും. അതാണ് സത്യം. ആ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഓരോ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് അതാണ്. കാര്യം നിങ്ങളുടെ ഉടമ്പടി തന്നെ വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. അതായത് നമ്മളുടെ കഴിവിലല്ലത്, ദൈവത്തിൻ്റെ കൃപയിലെ. അതാണ് ഉടമ്പടി ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയണത്. അവൻ നമ്മുടെ കഴിവിലല്ല വിശ്വസിക്കണത്, ദൈവത്തിൻ്റെ കൃപയിലാണ്. ആ ദൈവത്തിൻ്റെ കൃപയെന്ന് പറയണത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തം നേരത്തെ അവിടെ പണയം വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ വകുപ്പിലാണ് നമ്മൾക്ക് അനുഗ്രഹം കിട്ടണമെന്ന് അതിനാണ് ഈ അമ്മ മധ്യസ്ഥം വഹിക്കണത്. ആ ഒരു ബോധത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന തടസ്സങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ സമർപ്പിക്കാം. ഇപ്പോൾ വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ തിരുസന്നിധിയിൽ വിവാഹപ്രായം കടന്നു പോയവരും ജീവിത പങ്കാളിയെ പ്രതീക്ഷിക്കുന്നവരും അവരെ പ്രത്യേകം ഈ നൊവേനയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് ആവശ്യമായ പണമില്ലാത്തവർ, സൗന്ദര്യമില്ലാത്തവർ, ആരോഗ്യമോ വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കാനും തിരക്കാനും അന്വേഷിക്കാനും ആളില്ലാത്തവർ, കർത്താവേ, അങ്ങനെ എല്ലാ മേഖലകളെയും അങ്ങ് സ്പർശിക്കണമേ. അവർക്ക് ജീവിത പങ്കാളിയെ നൽകിക്കൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എല്ലാവരും. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. കുട്ടികളില്ലാത്തവരെ കൃപാസനത്തിലെ 3 കുട്ടികളെയൊക്കെ എടുത്ത് എടുത്ത് പിന്നെ ആളെ ഇടിപ്പിച്ചുകൊണ്ട് വന്നൊക്കെ സാക്ഷ്യം വന്നിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങളെ അവർ തന്നെ ഒക്കത്തെടുക്കും, ഒരു കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ഒരാളെയും കൊണ്ടുവരും. അങ്ങനെയൊക്കെ കയറി സാക്ഷ്യം പറഞ്ഞ ആൾക്കാരെയാണിത്. ഇതുപോലെയുള്ള വലിയ സംഭവങ്ങളാണ് ഇപ്പോഴും ഗൂഗിൾ മില്ലിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തത് അമ്മയുടെ പ്രത്യേക ഒരു കൺസെൻറ്റാണ്. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾ അടിവെറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ഗർഭിണിയായിട്ട് അമ്മയുടെ ആൾക്കാരെ വരാൻ ഇടയാക്കണേ, അമ്മയെ വയറ് കാണിക്കാൻ വരാൻ ഇടയാക്കണമേ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. കുട്ടിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, കുട്ടിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്തവർ ദൈവമേ, അതിനുവേണ്ടി ശാസ്ത്രീയ മാർഗങ്ങളെല്ലാം അനുവർത്തിച്ചവർ, ഇപ്പോഴും കുഞ്ഞുങ്ങളില്ലാത്തതിനു വേണ്ടി വേദനിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവരെല്ലാം പ്രാർത്ഥിച്ച് ഈ നിമിഷം കർത്താവിൻ്റെ വിശുദ്ധ വലതുകരത്താൽ അവർ അടിവേരനെ സ്പർശിക്കണമേ. അവരുടെ ജീവിത പങ്കാളി ജനിതക വൈകല്യങ്ങളെ സ്പർശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ലഭിച്ചുകൊണ്ട് ഒരു മഹത്വപ്പെടാൻ ഇടയാക്കണമേ. യേശു മഹത്വപ്പെടാൻ ഇടയാക്കണമേ എല്ലാവരും. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഇനി ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കൃപാസനത്തിൻ്റെ
ആ യൂട്യൂബ് നോക്കിയാൽ മനസ്സിലാകും, പകുതിയോളം ആൾക്കാർ ജോലിയില്ലാത്തവർക്ക് അമ്മ ജോലി കൊടുത്തതാണ്. അപ്പം അത് പോലെ നമ്മളിപ്പോഴും ജോലിയില്ലാത്തത് ഇപ്പം മുമ്പത്തൊക്കെ ഇരട്ടി പ്രശ്നമല്ലേ. പക്ഷെ നിങ്ങൾ സന്തോഷത്തോടെ അമ്മയിൽ വിശ്വസിക്കുക. അമ്മ ഈ രാത്രി നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ ജോലി തടസ്സം മാറും. ജോലിയില്ലാത്തവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ടവരെ, ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് കിട്ടാത്തവരെ, കർത്താവെ കുടുംബം പുലരാൻ ഒരു മാർഗമില്ലാത്തവരെ, വരുമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരെ, പുതിയ വരുമാനങ്ങൾ സ്വയം തൊഴിൽ പോലുള്ള വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരെ, വിദേശത്തും സ്വദേശത്തും ഗവൺമെൻറ്റിലും ജോലി അന്വേഷിക്കുന്നവരെ, അവിടെ എല്ലാ ജോലി സംബന്ധമായ വരുമാന സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് കർത്താവേ ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാവരും എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ നമ്മളെന്തെല്ലാം കഷ്ടപ്പെടാൻ കുഞ്ഞുങ്ങളെ പഠിച്ചില്ലെങ്കിൽ തലതിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ജീവിച്ച് ജോലി കിട്ടിയത് നമുക്ക് ജോലിയുള്ളതും വെറുതെയാവും. കുഞ്ഞുങ്ങൾ ജോലിയില്ലാത്തവന്മാരാണെങ്കിൽ പിന്നെ നാട്ടുകാരുടെ കഴുത്തേയും കയറി പല പല വിക്രിയകളും കാണിച്ചുകൊണ്ട് അപ്പനെയും അമ്മനെയും പ്രാഗി അവസാനം അടിപിടി ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കണ കാണാം. ഇത്രയും ദുരിതമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ പഠിച്ചില്ലെന്ന് വെച്ചാൽ നിസ്സാരമല്ല. അവർ പിന്നെ കഞ്ചാവിന് അടിപ്പെട്ട് പഠിക്കാത്ത കുഞ്ഞുങ്ങളാണല്ലേ കഞ്ചാവുകാർ പിടിച്ചുകൊണ്ട് പോണത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ദുരിതങ്ങളാണ്. അതുകൊണ്ട് അത് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ആ മേഖലയെല്ലാം നിൻ്റെ മക്കൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പരിശുദ്ധാമ മാത്രമേ നമുക്കുള്ളൂ ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ആ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ സ്തുതിക്കട്ടെ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും വിവിധ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെയും വ്യത്യസ്തമായ യോഗ്യത പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾ, വിദേശ ജോലിക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള പരീക്ഷകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് തോറ്റുപോയിട്ട് കർത്താവെ വിഷമത്തോടെ ഇരിക്കുന്നവരുടെ എല്ലാ വിദ്യാഭ്യാസ മേഖലകളുടെ മേൽ കർത്താവിനെ ശക്തി പ്രവർത്തിക്കണമേ. ആ പ്രവർത്തിച്ചുകൊണ്ട് നിന്റെ നാമത്തെ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ വിജയത്തിനും എല്ലാ അനുഗ്രഹവും നൽകിക്കൊണ്ട് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാവരും എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. പ്രിയമുള്ളവരെ, വിവാഹം തടസ്സപ്പെട്ടതിന് വിവാഹം പിരിഞ്ഞു പോയവരെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരിതമായ ഒരു അവസ്ഥയാണ് വിവാഹ തകർച്ച. നിസ്സാര കാര്യം മതി, ഒരു കഥയുമില്ല. ഞാൻ തന്നെ ഓർക്കും, എന്തിനാണ് ഈ കല്യാണം കഴിക്കണേ ഇവരെന്ന്. കാര്യം ഒരെണ്ണത്തിന് പോലും കല്യാണം കഴിക്കാനുള്ള പകുതിയോളം ആൾക്കാർക്ക് അതിനുള്ള യോഗ്യതയില്ല. കാരണം നിസ്സാര കാര്യം പറഞ്ഞ് വെറുതെ പിരിഞ്ഞു പോകും, ഒരു കഥയുമില്ലാതെ. അപ്പം അത് കൊണ്ട് ഈ പണത്തിൻ്റെ തള്ളൽ ഭയങ്കരമായിരുന്നു ഈ കൊറോണയ്ക്ക് മുമ്പേ. അതിൻ്റെ പേരിൽ ഒത്തിരി പേര് വീട്ടിൽ 2 മക്കളേ ഉള്ളൂ. അത് കാരണം ആണും പെണ്ണും. ആ പെണ്ണ് കെട്ടിയാൽ ഉടനെ തിരിച്ച് അവളുടെ വീട്ടിൽ വന്ന് നിൽക്കും. ഒരു കഥയും ഉണ്ടാകണം, എന്തെങ്കിലും നുണയൊക്കെ പറഞ്ഞു പഠിപ്പിക്കും. അതൊക്കെ ഈ പൊട്ടൻ മാതാപിതാക്കന്മാർ വിശ്വസിക്കുകയല്ല ചെയ്യണത്. അവർക്കറിയാം അവൾ പറഞ്ഞ നുണയാണെന്ന് അറിയാം. പക്ഷേ എങ്കിലും അവർക്കൊരു കൂട്ടായിട്ട് മക്കളെ അടിച്ചു മാറ്റുന്നതാണ്, കെട്ടിച്ച് കാണിച്ച് പറ്റിക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെയുള്ള ദുരിതം നിറഞ്ഞ കുടുംബങ്ങൾ ഒത്തിരി ഉണ്ട് സഭയിൽ, എല്ലാം പുറത്തുമുണ്ട്. ആ മേഖലയിലെല്ലാം ദൈവരാജ്യം ഉണ്ടാകാനും തിന്മയുടെ ശക്തികൾ അത് നിർവീര്യമാകാനും അതുപോലെ തന്നെ ഇതുപോലെ പിടിച്ചു വെക്കുന്ന മാതാപിതാക്കന്മാർക്ക് സുബോധമുണ്ടായി അവിടെ ആത്മരക്ഷ അവരുടെയും അവരുടെ മക്കളുടെയും കുദാശ ബലത്തെയാണ് അവർ തകർത്ത് കളയണത്. അപ്പം അങ്ങനെയുള്ള ആ കുടുംബത്തിൽ സമാധാനം ഒരിക്കലും ഉണ്ടാകത്തില്ല, സുരക്ഷിതത്വം നഷ്ടപ്പെട്ടിരിക്കും. ആ കുടുംബങ്ങളിലെല്ലാം സുബോധം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തോത്രം. പറമ്പ് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. സ്ഥലത്തിന് വഴിയില്ലാത്തവർ, സ്ഥലത്തിൻ്റെ രേഖകളില്ലാത്തവർ, പ്രമാണം നടക്കാത്തവർ, പാകോടമ്പടി നടക്കാത്തവർ, ഇതൊക്കെ ഒന്നും നടന്നില്ലേണ്ട അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? ഒരു ലോൺ പോലും കിട്ടത്തില്ല, സ്വന്തമായിട്ടൊരു കൂടില്ലാതെ വരും. ഇങ്ങനെ മനുഷ്യ അനുഭവിക്കുന്ന കുറേ സങ്കടമുണ്ട്. അവർക്ക് വീഞ്ഞില്ലെന്നൊരു കുടുംബത്തിൽ ചവിട്ട് നിന്നുകൊണ്ട് പറയുമ്പോഴേ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. പാകോടമ്പടി നടന്നിട്ടില്ല, പ്രമാണം നടന്നിട്ടില്ല, അവർക്ക് വഴിയില്ല, അവർക്ക് വെളിച്ചമില്ല, അവർക്ക് വെള്ളമില്ല, എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം
പരിശുദ്ധ അമ്മ ഒരു കുടുംബത്തിൻ്റെ എല്ലാ കണ്ണീരും ഏറ്റെടുത്തുകൊണ്ടാണ് കർത്താവിൻ്റെ ദിവസത്തിന് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചെങ്കിൽ ഈ വിഷയങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകും. ഇതുപോലെ വീടില്ലാത്തവർ, പറമ്പില്ലാത്തവർ, വാടകയ്ക്ക് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന വ്യക്തികൾ, അനിൻ്റെ ഔദാര്യത്തിലും ഭീഷണിയിലും ജീവിക്കുന്നവരെ നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഒരു കാര്യമില്ല. കാര്യം ദൈവത്തിന് മക്കളാണ് നമ്മൾ. ദൈവത്തിന് മാത്രം നമ്പിയാൽ മതി. മനുഷ്യൻ്റെ അടിമകളാകേണ്ട ആവശ്യമില്ല. നിങ്ങളെ അടിമകളാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങനെ മക്കൾക്ക് വീട് കൊടുക്കണമേ കർത്താവേ, വഴി കൊടുക്കണമേ കർത്താവേ. ഭാഗവടമ്പടി ചെയ്ത് ഇതിനകത്ത് പ്രമാണം ചെയ്യാത്തവർ കർത്താവേ, ഈ ഭാഗത്ത് തകർന്ന് ജീവിക്കുന്നവർ, അകന്ന് ജീവിക്കുന്നവർ എല്ലാവരും സ്പർശിക്കണമേ. ഈ നിമിഷം എന്തെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടെ മേലെല്ലാം ദൈവനാമത്തെ മഹത്വം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിക്കണമെന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് സ്വകാര്യമായി സമർപ്പിക്കാനുണ്ടെങ്കിൽ ഇപ്പം നെഞ്ചത്ത് കൈവച്ച് പരിശുദ്ധമ്മ മാധ്യസ്ഥം വഹിക്കുന്ന ഈ സമയത്ത് ഈ നൊവേനോടും നൊവേന കൂടുന്ന ആയിരക്കണക്കിന് മക്കളോടും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. നൊവേന 9ാമത്തെ ദിവസം നീ അത്ഭുതം കാണും എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. കാരുണ്യവാനായ ദൈവമേ, വചനം കേട്ട് അത് പാലിക്കുന്നതിലൂടെ, ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ എന്നും കുടികൊള്ളുവാൻ തിരുമനസ്സാകണമേ. നരകീയ തിന്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ദൈവകൽപ്പനകൾ പാലിച്ച് യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരെ ജീവിച്ച് നിത്യം പോരാടുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥയാൽ കനാലി വിവാഹ വീട്ടിൽ